എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ശരീരത്തിലെ 75% 80% വെള്ളമാണ്. നമ്മുടെ ഭാരത സംസ്കാരത്തിൽ വെള്ളം, അതായത് ജലചികിത്സ എന്ന് പറഞ്ഞൊരു രീതി തന്നെയുണ്ട്. യോഗയിൽ നമ്മൾ മൂക്കിൽ കൂടെ വെള്ളം എടുത്തിട്ട് വായക്കൂടെ എടുക്കുക, ഈ മൂക്കൂടെ ഒഴിച്ചിട്ട് ഈ മൂക്കൂടെ വിടുക, ഈ മൂക്കൂടെ വലിച്ചിട്ട് ഈ മൂക്കൂടെ വിടുക, ഈ മൂക്കൂടെ വലിച്ചിട്ട് വായക്കൂടെ എടുത്ത് വിടുന്ന ഇതാണ് ഞാൻ കാണിക്കാൻ പോണത്. എല്ലാവരും അനുഗ്രഹിക്കണം. ആ വെള്ളത്തിൻ്റെ ഒരു പാത്രം കുറിച്ചല്ല. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദാ സിന്ധു കാവേരി ജലോസിമം സന്നിധം ഗുരു. കാലിൻ്റെ അവിടെ നിന്നിട്ട് നനച്ച് നമ്മൾ കാലിൻ്റെ അവിടെ നനച്ചിട്ട് വേണം നമ്മൾ ശരീരത്തിൻ്റെ എല്ലാ വശം കുറേശ്ശെ നട്ടല് വയറ് നെഞ്ച് അങ്ങനെ നനച്ചിട്ട് വേണം നമ്മൾ ശരീരത്തിൻ്റെ എല്ലാ വശത്തേക്കും വെള്ളം എത്തിക്കുക. ഞാൻ വെള്ളമാണ് മൂക്കൂടെ വെള്ളം എടുത്തിട്ട് ആദ്യം വായക്കുട വിടുക, വായക്കുട എടുത്ത് കളയണം. അപ്പം നമ്മുടെ മൂക്കിൽ വായു സംബന്ധമായ കുറേ കഫങ്ങളും കുറേ ഇതൊക്കെ ക്ലീൻ ചെയ്യാനാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഇടത്തെ മൂക്കൂടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇടത്തെ മൂക്കൂടെ ഈ മൂക്കൂടെ വലിച്ചിട്ട് വായക്കൂടെ തുപ്പിക്കളയണം. ഇനി വലത്തെ മൂക്കൂടെ ഇനി ഇടത്തെ മൂക്കൂടെ വലിച്ചിട്ട് ഈ മൂക്കൂടെ പുറത്തേക്ക് പോകും. ഇനി വലത്തെ മൂക്കൂടെ വലിച്ചിട്ട് ഇടത്തെ മൂക്കൂടെ വിളിച്ചിട്ട് ഇനി വീണ്ടും മൂക്കൂടെ വലിച്ചിട്ട് വായക്കൂടെ വിടുക.
ഈ നമ്മളിപ്പോൾ ഈ ജലചികിത്സയുടെ ഒരു ഭാഗമാണ് ചെയ്തത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൂക്കിലത്തെ ഈ വശത്തുള്ള കഫങ്ങളും കാര്യങ്ങളൊക്കെ മൂക്കും നമ്മുടെ ചെവി, തൊണ്ട, വായ ഇതൊക്കെ ഒരു ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കാരണം വെച്ചാൽ നമ്മുടെ കണ്ണിൽ മരുന്ന് ഒറ്റിച്ച് കഴിഞ്ഞാൽ കയ്പുള്ള മരുന്നാണെങ്കിൽ അതിൻ്റെ രസം കയ്പ് നമ്മൾ തൊണ്ടയിൽ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. മിക്കവർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ടാവും അത്. അതുപോലെ മൊത്തം ശരീരത്തിനെ ക്ലീൻ ചെയ്യാൻ നല്ലതാണ് ഈ ഒരു ചികിത്സ. നന്ദി, നമസ്കാരം.